ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പറയാൻ പോകുന്ന വിഷയം മൂക്കൊലിപ്പ് സംബന്ധിച്ചുള്ള വിഷയമാണ് കേട്ടോ. നമ്മൾക്ക് എല്ലാവർക്കും പനി വരും. വൈറൽ ഫീവർ ആവട്ടെ, ജലദോഷപ്പനി ആവട്ടെ, നമ്മൾക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു തുടക്കത്തിൽ പനി വരുന്നതിൻ്റെ തുടക്കത്തിലുള്ള ലക്ഷണം എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള തുമ്മലും മൂക്കൊലിപ്പും ആയിരിക്കും. നമുക്ക് എപ്പോഴും അങ്ങ് തുമ്മുക, മൂക്കിൽ നിന്ന് ചറപറാ വെള്ളം പോവുക, ഒരു ദിവസം ഫുള്ള് നമ്മളിങ്ങനെ വെള്ളം തുടച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയായിരിക്കും മിക്കവർക്കും, അങ്ങനെയായിരിക്കും പനിയുടെ ലക്ഷണം. ഒരു ത്രോട്ട് ഇച്ചിങ്ങും മൂക്ക് ഒലിപ്പും തുമ്മലും ആയിരിക്കും തുടക്കത്തിലുള്ള ലക്ഷണം. ഒരു തൊട്ടടുത്തുള്ള ദിവസമൊക്കെ ആകുമ്പോൾ, പിറ്റേ ദിവസം ആകുമ്പോഴായിരിക്കും നമുക്ക് തീവ്രമായിട്ടുള്ള പനിയുടെ അവസ്ഥയിലോട്ട് പോകുന്നത്. ടെമ്പറേച്ചർ, ബോഡി പെയിന്, ചുമ, തലവേദന, ഇങ്ങനെയൊക്കെ പോകുന്നത്. ആ ഒരു മൂക്കൊലിപ്പിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ. അത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു മൂക്കൊലിപ്പാണിത്. നമുക്ക് പനി വരുന്നതിന് തൊട്ട് മുമ്പുണ്ടാകുന്ന ഒരവസ്ഥ. പക്ഷെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ മൂക്കിൽ നിന്ന്, അതായത് മൂക്കിൻ്റെ ഒരു സൈഡിൽ നിന്ന്, ഒന്നീ ലെഫ്റ്റ് ആയിരിക്കും അല്ലെ റൈറ്റ് ആയിരിക്കും, ഒരു സൈഡിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാതെ, അതായത് പനിയോ തുമ്മലോ ഒന്നും വേണമെന്നില്ല, നമ്മൾ പെട്ടെന്നൊരു സാധനം തറയിൽ പോവുക, അത് കുനിഞ്ഞെടുക്കുമ്പോഴും ഒന്ന് രണ്ട് തുള്ളി വാട്ടറി ലീക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകം നിറവോ ഒന്നുമില്ലാതെ പച്ചവെള്ളം പോലുള്ള ഒന്ന് രണ്ട് തുള്ളി താഴെ പോവുക. കുനിഞ്ഞിരുന്ന് എഴുതുമ്പോൾ ഒന്ന് രണ്ട് തുള്ളി ഒരു സൈഡിൽ കൂടി, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഒരു സൈഡിൽ കൂടി പോവുകയാണെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണുക. അതെന്താണ്, നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് ഉറപ്പ് വരുത്തണം. ചിലപ്പോൾ അത് CSF റൈനോറിയ ആയിരിക്കാം. അപ്പോൾ എന്താണ് CSF റൈനോറിയ? CSF എന്ന് പറഞ്ഞാൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. നമ്മളുടെ ബ്രെയിന് നാല് ചുറ്റും കാണുന്ന ഒരു ഫ്ലൂയിഡാണ് CSF. നമ്മുടെ ബ്രെയിന്, തലച്ചോറിനൊക്കെ വേണ്ടുന്ന പോഷകങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നാണ് CSFൻ്റെ ധർമ്മം. ഈ CSF നമ്മളുടെ മൂക്കിൽ കൂടി ലീക്ക് ചെയ്യുന്ന അവസ്ഥയാണ് CSF റൈനോറിയ. ഒരിക്കലും നമുക്ക് CSF മൂക്കിൽ കൂടി ലീക്ക് ചെയ്യരുത്. ഈ നമ്മളുടെ മൂക്കിനെയും ബ്രെയിനിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബോണുണ്ട്. ആ ബോണിനുണ്ടാകുന്ന ക്രാക്കാണ് ഈ CSF മൂക്കിലൂടെ ഒഴുകുന്ന അവസ്ഥ. അതെന്താണ്, അത് എവിടെയാണ്, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ, എവിടെയാണ് നമുക്ക് ആ ക്രാക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് ഒരു ഡോക്ടർ നോക്കുമ്പോൾ ഡോക്ടർക്ക് അറിയാൻ പറ്റും. ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ വാട്ടറി ലീക്കാണ് ഒരു സൈഡിൽ കൂടി. ഈ വരുന്ന വെള്ളം നമ്മളൊരു തുണിയിൽ, ഒരു വെള്ള തുണിയിൽ നമ്മൾ അത് വീഴുകയാണെങ്കിൽ, അതൊരു വെള്ളം വീഴുമ്പോൾ എങ്ങനെയായിരിക്കും അതേപോലെ തന്നെയായിരിക്കും. ഒരു വെള്ളം വീഴുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, ഒരു സ്റ്റിഫ്നെസ്സോ അങ്ങനെ ഒന്നുമില്ല. ആ വെള്ളം വീഴുക, അത് ഉണങ്ങുമ്പോൾ നമുക്ക് ആ വെള്ളം വീണ് എവിടെയാണെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. അതല്ല, നമ്മളുടെ മൂക്കിൽ നിന്ന് നമുക്ക് വരുന്ന മുക്കള പോലെയുള്ള സ്രവം ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിഫ്നെസ് കാണും, ആ ഭാഗത്തൊരു കട്ടി കാണും. പക്ഷേ CSF ആണെങ്കിൽ ഒരിക്കലും അതൊരു കട്ടി ഉള്ളതായിട്ട് ഒന്നുമില്ല, അത് വീണ അടയാളം പോലും കാണില്ല. അങ്ങനെയുള്ളതാണ് CSF. പിന്നെ ഒരു ആക്സിഡൻറ്റ് മൂലം, അതായത് ബ്രെയിനിൽ എന്തെങ്കിലും വലിയ ഇഞ്ചുറി ഉണ്ടായിട്ട് CSF ലീക്ക് ചെയ്യുകയാണെങ്കിൽ ബ്ലഡ് സഹിതമായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ബ്ലഡ് കലർന്ന വെള്ളമാണെന്നുണ്ടെങ്കിൽ നടുക്ക് ബ്ലഡിൻ്റെ പാടും പിന്നെ ഒരു ഹാലോ പോലെ കാണും ഈ വെള്ള തുണിയിൽ. ഇതാണ് CSF. അതായത് പ്രത്യേകിച്ച് ഒരു സ്റ്റിഫ്നെസ്സും കാര്യങ്ങളും ഒന്നും CSFന് കാണില്ല. ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കാണണം. CSF ആണോ എന്ന് ഉറപ്പ് വരുത്തണം. നേസിൽ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കും ഡോക്ടർ. അപ്പോൾ ഈ ക്രാക്ക് എവിടെയാണെന്ന് അറിയാൻ പറ്റും. ചിലപ്പോൾ ഒരു ഡൈ തന്നുകൊണ്ടായിരിക്കും നമുക്ക് നോക്കുന്നത്. പിന്നെ MRI ഉണ്ട്, സിസ്റ്റോഗ്രാഫി പോലെയുള്ള MRI ഉണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് CSF ആണോ എന്ന് ഉറപ്പ് വരുത്തണം. CSF മൂക്കിൽ കൂടെ ലീക്കാവുന്നതല്ല പ്രശ്നം. ഇത് എതിലേക്കൂടെയാണോ ലീക്കാവുന്നത്, ആ ക്രാക്ക് വഴി നമ്മുടെ രോഗാണുക്കൾ ബ്രെയിനിലെത്തിയിട്ട് മെനിഞ്ചൈറ്റിസ്, വലിയ വലിയ പ്രശ്നങ്ങളിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കും. രോഗാണുബാധ, അണുബാധയുണ്ടാവും, ബ്രെയിനകത്ത് മരണത്തിൽ കലാശിക്കും, സീരിയസ് ഇഷ്യൂ ആവും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ, വൺ സൈഡിൽ കൂടെ ഇങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ വെള്ളം പോവുകയാണെങ്കിൽ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. മൂക്കൊലിപ്പാണെന്ന് കരുതി നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. അതൊരു ഡോക്ടറെ കണ്ടിട്ട് CSF ആണോ എന്ന് ഉറപ്പ് വരുത്തും. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ, മലർന്ന് കിടക്കുമ്പോൾ തൊണ്ടയിൽ ഉപ്പുരസം അനുഭവപ്പെടുക, ചുമ അനുഭവപ്പെടുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഒരു അലർജി പ്രോബ്ലം ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് കഫത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ മനസ്സിൽ കാണും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ, നമുക്കിപ്പോൾ MRI ആണെങ്കിലും അല്ലെങ്കിൽ ഒരു നേസൽ എൻഡോസ്കോപ്പി ആയാലും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഡൈ തന്നുകൊണ്ടായിരിക്കും, നട്ടലിൽ ഡയറക്റ്റ് ഇഞ്ചെക്റ്റ് ചെയ്യും. അപ്പം അത് ഡൈ തന്നുകൊണ്ട് ചെയ്യുമ്പോൾ CSF ആണെന്നുണ്ടെങ്കിൽ അതൊരു ഫ്ലൂറസെൻറ്റ് ഗ്രീനായിട്ടായിരിക്കും ആ ഒരു ഫ്ലൂയിഡ് കാണുന്നത്. CSF ഫ്ലൂയിഡിന് മാത്രം ആ ഒരു നിറം കാണാൻ സാധിക്കും. അതൊരു ഡോക്ടറെ കണ്ടിട്ട് CSF ആണോ എന്ന് ഉറപ്പ് വരുത്തണം. ഞാനൊരു ഡോക്ടറല്ല, പക്ഷേ ഞാനൊരു അനുഭവസ്ഥയാണ്. ഒരു അനുഭവസ്ഥയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ
കഴിയുമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. കുറേ നാളിന് മുമ്പ് മോൻ്റെ കുഞ്ഞുനാളിലാണ് ഞാൻ ബസ്സിൽ നിന്നൊന്ന് വീണു. അതായത് നിർത്തിയിട്ടിരുന്ന ബസ്സായിരുന്നു. അപ്പം എന്നെ ഹസ്ബൻഡ്, ഞാൻ കോച്ചിങ് ക്ലാസ്സിന് പോകുന്ന സമയമാണ്, PSCയുടെ കോച്ചിങ് ക്ലാസ്സിന് പോകുന്ന സമയമാണ്. ഹസ്ബൻഡ് എന്നെ ബസ് സ്റ്റോപ്പിൽ എടുത്ത് ബൈക്കിൽ കൊണ്ട് ഇറക്കിയിട്ട് ഞാൻ ക്രോസ് ചെയ്യുന്ന കണ്ടിട്ടാണ് ഹസ്ബൻഡ് പോകുന്നത്. അപ്പം ബസ് നിർത്തിയിട്ടേക്കുവാണ്. പക്ഷേ ഈ ബസ് ഞാൻ ക്രോസ് ചെയ്ത് വന്നപ്പോഴത്തേന് ഈ ബസ് ഡബിൾ ബെൽ അടിച്ചിട്ടിരുന്നായിരുന്നു. കണ്ടക്ടർ ഡബിൾ ബെൽ അടിച്ചിട്ടിരുന്നു. ബസ് എടുക്കാൻ നേരം കണ്ടക്ടർ പെട്ടെന്ന് കയറാൻ പറഞ്ഞു. അപ്പം മഴയുള്ളൊരു സമയമാണ്. അപ്പോൾ ഈ ഷട്ടറെല്ലാം ഇട്ടേക്കുവാണ് ബസ്സിൻ്റെ 4 സൈഡിലെ. അപ്പം ഞാൻ ബസ്സിലോട്ട് കയറാനായിട്ട് സൈഡിൽ കയറാൻ പറഞ്ഞിട്ട് തുറന്നു. പക്ഷേ ഡ്രൈവർ ഇത് അറിയുന്നില്ല. ഞാൻ ബസ്സിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ കാല് വെച്ചു, സൈഡിലെ കമ്പിയിൽ പിടിച്ചു, ബസ് എടുത്തു. അപ്പോൾ എനിക്ക് ബസ് എടുത്തപ്പം എന്തായാലും ബസ് നീങ്ങി തുടങ്ങിയപ്പോഴത്തേനും അറിയാമല്ലോ, ഞാൻ പുറത്തോട്ട് തൂങ്ങിക്കിടന്നു. ഏതോ ഭാഗ്യം കൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും എൻ്റെ അച്ഛനമ്മമാരുടെ ഒക്കെ ആ ഒരു ഭാഗ്യം കൊണ്ടായിരിക്കും എനിക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായില്ല. സൈഡിലിരുന്ന ചേച്ചി കണ്ടു, ചേച്ചി ബഹളം വെച്ചു, കൊച്ച് കയറിയില്ലെന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചു. പക്ഷേ കണ്ടക്ടർ കയറാൻ പറഞ്ഞിട്ട് കണ്ടക്ടർ പാട്ടിന് പോയി. ഞാനവിടെ തൂങ്ങിക്കിടന്നു. പെട്ടെന്ന് ഡ്രൈവർ ശ്രദ്ധിച്ചു. എനിക്ക് തോന്നുന്നു ഒരു 20-25 മീറ്ററോളം വണ്ടി പോയിട്ടുണ്ടായിരിക്കും. പെട്ടെന്ന് നിർത്തിയപ്പോൾ ഞാൻ വീണു. അപ്പോൾ എൻ്റെ കണ്ണിൽ ഗ്ലാസ് ഉണ്ടായിരുന്നു, എൻ്റെ സ്പെക്സൊക്കെ തെറിച്ച് പോയി. പിന്നെ എൻ്റെ മുടി ഫുള്ള് അഴിഞ്ഞു പോയി. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ വീണത്. പക്ഷേ വീണ് എഴുന്നേറ്റപ്പോൾ മുതൽ എനിക്ക് തലയ്ക്ക് നല്ല വേദനയുണ്ട്. തലയുടെ ഈ സെൻട്രൽ ഭാഗത്തായിട്ടാണ് എനിക്ക് വേദന തോന്നുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് കൊണ്ടാക്കിയിട്ട് പോയി. ഇനി ഹസ്ബൻഡിനെ വിളിക്കാനൊന്നും തോന്നുന്നില്ല. അണ്ണൻ എന്നെ കൊണ്ടാക്കിയിട്ട് സൈറ്റിലോട്ട് പോയതാണ്. പെട്ടെന്ന് ഞാൻ വീണു എന്നൊക്കെ കേൾക്കുമ്പോഴേ ഒരു മനുഷ്യൻ്റെ അവസ്ഥ പെട്ടെന്ന് ഒന്ന് ഭയക്കുമല്ലോ. പിന്നെ അണ്ണൻ വന്നിട്ട്, അണ്ണൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഓവർ കെയറിങ് ഉള്ളൊരു വ്യക്തിയാണ്, ഒരുപാട് നമ്മളെ കെയർ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അണ്ണനെ വിളിച്ചിട്ട് പെട്ടെന്ന് അണ്ണൻ എങ്ങനെ ആയിരിക്കും തിരിച്ചു വരുന്നതെന്നൊക്കെ ഉള്ള ഒരു ഭയം എൻ്റെ മനസ്സിലുണ്ടായി. പിന്നെ ഇവരുമായിട്ട് അണ്ണൻ പെട്ടെന്ന് നമ്മളിങ്ങനെ ഡബിൾ ബെൽ അടിച്ചിരുന്ന ബസ്സിൽ കയറാൻ പറഞ്ഞു നമ്മൾ വീണു എന്നൊക്കെ കേൾക്കുമ്പോഴത്തേന് പെട്ടെന്ന് അവർക്ക് പ്രശ്നം ഉണ്ടാക്കത്തില്ലേ, അതൊക്കെ ഓർത്തിട്ട് ഞാൻ അണ്ണനെ വിളിച്ചില്ല. അപ്പം ബസ്സിലുള്ളവർ ചോദിച്ചു ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ ചോദിച്ചു. എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് തലയ്ക്ക് ചെറിയൊരു വേദന ഉണ്ടെന്നേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ നിങ്ങൾ എന്താണ് കാണിച്ചതെന്ന് ചോദിച്ചു കണ്ടക്ടറുടെ അടുത്ത്. നിങ്ങൾ എന്താണ് കാണിച്ചതെന്ന് ചോദിച്ചു. ഇത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. പിന്നെ അയാൾ കുറേ സോറിയൊക്കെ പറഞ്ഞു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് വേറെ പരിക്കുകളൊന്നുമില്ല, മുറിവില്ല, തല മുഴച്ചിട്ടില്ല, ഒന്നുമില്ല, ചെറിയൊരു വേദന തലയ്ക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അറിയില്ല, ആ ഒരു വീഴ്ചയിൽ ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തിയപ്പോൾ ഞാൻ വീണതാണ്. വീഴ്ചയിൽ എനിക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നൊന്നും എനിക്കറിയില്ല. കൊട്ടാരക്കര ബ്രില്യൻസിലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കോച്ചിങ് ക്ലാസ്സിന്. ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നടന്നു പോകുന്ന സമയത്ത് എനിക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല. എനിക്കൊരു കാല് എന്തോ ഒരു സ്റ്റിഫായിരിക്കുന്നു, അല്ല കാല് വലിച്ച് എനിക്ക് വെക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു. കുറച്ച് സമയം മൂവ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ആ സ്റ്റെപ്പൊക്കെ കയറിപ്പോയി. പറഞ്ഞില്ല ഹസ്ബൻഡിൻ്റെ അടുത്ത്. ഉച്ചയ്ക്ക് ഇവിടെ വന്നിട്ടാണ് ഞാൻ ഹസ്ബൻഡിനെ അറിയിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായെന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു ഇൻസിഡൻറ്റോട് കൂടിയിട്ട് എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ടായിരിക്കും. കാരണം എനിക്ക് സ്പോണ്ടിലോലിസ്തസിസ് ആയിരുന്നു. എൻ്റെ നടുവിൻ്റെ സർജറി കഴിഞ്ഞു, ഫ്യൂഷൻ സർജറി കഴിഞ്ഞു, 4 സ്ക്രൂ ഇട്ടു. ഇടയ്ക്കൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് CSF കുഞ്ഞിനൊരു 2.25 വയസ്സ് 3 വയസ്സിനകത്ത് വെച്ച് എനിക്കിതേപോലെ മൂക്കിൽ നിന്ന് ലീക്ക് തുടങ്ങി. ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ CSF പ്രൈനോറിയ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രോട്ടീനും ഷുഗറുമാണ് നോക്കുന്നത്. അത് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് പോസിറ്റീവായിരുന്നു. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു 3 ദിവസം. അപ്പോൾ ആ 3 ദിവസം അവർ വെയിറ്റ് ചെയ്തു മൂക്കിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് വരില്ല, കുനിയുമ്പം വരില്ല. അങ്ങനെ കുറേ ദിവസം ആ ഒരു വീട്ടിൽ ഒബ്സർവേഷനിലായിരുന്നു. അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വിട്ടിട്ട് പറഞ്ഞു എപ്പോഴാണോ ഇത് ലീക്ക് ചെയ്യുന്നത് അപ്പം സ്റ്റോർ ചെയ്തിട്ട് തിരിച്ചവിടെ ചെല്ലണമെന്ന്. പക്ഷേ സ്റ്റോർ ചെയ്യാൻ കിട്ടത്തില്ല. ചിലപ്പോൾ നമ്മൾ ആക്സിഡൻ്റലി കുനിയുമ്പോഴായിരിക്കും 1-2 തുള്ളി പോകുന്നത്. അപ്പം വേറൊരു ഫിസിഷ്യനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മൾ പൈപ്പ് തുറക്കുമ്പോൾ തുള്ളിയായിട്ട് പോവില്ലേ, അങ്ങനെ പോകുന്നില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട, 1-2 തുള്ളി പോവുകയാണെങ്കിൽ പേടിക്കേണ്ട എന്ന് തന്നെ പറഞ്ഞു. അത് വിട്ടേ പോയി. രണ്ടാമത് മോളുടെ ഡെലിവറി കഴിഞ്ഞു. മോന് 16 വയസ്സും മോൾക്ക് 11 വയസ്സും ആയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ വരും, നമ്മൾ ശ്രദ്ധിക്കത്തില്ല. പക്ഷേ ഇപ്പം എനിക്ക് ഈ ഇടയ്ക്ക് ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, ഒരു പനി വന്നിട്ടുണ്ടായിരുന്നു. ആ പനിയുടെ ഭാഗമായിട്ട് എനിക്ക് വീണ്ടും മൂക്കിൽ നിന്ന് ലീക്ക് തുടങ്ങി. അപ്പം ഇതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള സിംറ്റം എന്ന് വെച്ചാൽ നമുക്ക് നെക്ക് പെയിൻ ആണ് കേട്ടോ. പെടലി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റത്തില്ല, നെക്ക് പെയിൻ നന്നായിട്ട് വരും. അപ്പം ഈ ഒരു സിംറ്റം ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് തലവേദനയുണ്ട്. അപ്പോഴും ഞങ്ങൾ ഇവിടെ എങ്ങും കാണിക്കാൻ ഹസ്ബൻഡിന് സത്യത്തിൽ ഇവിടെ എങ്ങും ഡോക്ടറെ കാണിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെ ഞങ്ങൾ അമൃതയിൽ ഒരു ENT ഡോക്ടറെ
ബിനി എന്ന് പറയുന്നൊരു മാഡത്തെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസൾട്ടേഷൻ ബുക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടൊക്കെയാണ്. അടുത്ത ആഴ്ചയാണ് പോകേണ്ടുന്നത്. അപ്പം എനിക്ക് ഒരു അനുഭവസ്ഥ എന്ന നിലയിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ പറ്റുമായിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. കാരണം ഇത്രയും നാളും എനിക്ക് ഒരു ചെറിയ ക്രാക്കായിരിക്കും, ആ ക്രാക്കിൽ കൂടി വരുന്ന ചെറിയൊരു ലീക്കായിരിക്കും. പക്ഷേ ഇത്രയും നാളിനകത്ത് വെച്ച് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പനിയുടെ തുടക്കത്തിൽ തന്നെ പോയി മരുന്ന് വാങ്ങിക്കും. വലിയൊരു ഇൻഫെക്ഷൻ എന്ന രീതിയിൽ, അതായത് മൂക്ക് ഇൻഫെക്ഷൻ വരുന്ന രീതിയിലൊന്നും എനിക്ക് പനി ആവാറില്ല. സാധാരണ ഞാൻ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാറുണ്ട്. ഇത്രയും നാൾ ഭാഗ്യത്തിന് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനിയും അത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് റിസ്ക് ആണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം സ്ഥിരമായിട്ട് തലവേദന ഉണ്ടാകുന്നുണ്ട് ഇപ്പം. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഒരു മൂക്കിൽ കൂടിയാണ് ഇങ്ങനെയുള്ള പ്രശ്നം വരുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് മൂക്കൊലിപ്പാണെന്ന് കരുതി വെച്ചുകൊണ്ടിരിക്കരുത്. ഞാനും ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണാനിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. നമ്മുടെ മൂക്കിൻ്റെ ഒരു സൈഡിൽ കൂടി വരുന്ന ലീക്ക് CSF റൈനോറിയ തന്നെ ആയിരിക്കാം. അതുമായിട്ട് അസോസിയേറ്റഡ് ഉള്ള സിംറ്റംസ് ആണ് നെക്ക് പെയിനും തലവേദനയൊക്കെ. അപ്പോൾ അത് ഒരിക്കലും നിങ്ങൾ അത് വെച്ചുകൊണ്ടിരിക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ ഒരു ENT ഡോക്ടറെ, നല്ലൊരു ഡോക്ടറെ കാണുക. CSF റൈനോറിയ ആണോ എന്ന് ഉറപ്പ് വരുത്തുക. CSF റൈനോറിയ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനമാണല്ലോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട്